നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിസെൻട്രിക് ലിംഫഡിനൈറ്റിസ് അഥവാ കയല വീക്കത്തെക്കുറിച്ചാണ്. കുട്ടികളിൽ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് മിസെൻട്രിക് ലിംഫഡിനൈറ്റിസ് എന്ന് പറയുന്നത് അഥവാ MLA എന്ന് പറയുന്നത്. മിസെൻട്രിക് ലിംഫഡിനൈറ്റിസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് കുട്ടികൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ വയറുവേദന പറയും. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന പറയാം. അല്ലെങ്കിൽ വിശന്നിരിക്കുമ്പോൾ വയറുവേദന പറയാം. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് സാധാരണ കുട്ടികളിൽ പ്രസൻറ്റ് ചെയ്യാറ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വയറുവേദനയോട് കൂടിയോ അല്ലെങ്കിൽ വയറിളക്കത്തോട് കൂടിയോ ഒക്കെയുള്ള പനികൾ വരിക. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് മിസെൻട്രിക് ലിംഫഡിനൈറ്റിസിൻ്റെ ലക്ഷണങ്ങളായിട്ട് കണ്ടുവരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഫുഡ് പോയ്സൺ എന്ന് പറയുന്നത്. അതുപോലെ ഫുഡ് പോയ്സണ് അതുപോലെ ഇൻഡൈജഷനും കൊണ്ട് വരാറുണ്ട്. അതുപോലെ തന്നെ വിരശല്യം കൊണ്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസുഖങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ ഒക്കെ കാരണം ഈ ഒരു മിസെൻട്രിക് ലിംഫഡിനൈറ്റിസ് അഥവാ കയല വീങ്ങുകയും ചെയ്യും. ഇത്തരത്തിൽ മിസെൻട്രിക് ലിംഫഡിനൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ ഫുഡ് വളരെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ്, അതുപോലെ ദഹിക്കാൻ അധികം ബുദ്ധിമുട്ടില്ലാത്ത ഭക്ഷണങ്ങൾ ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ പ്രധാനമായിട്ട് കൊടുക്കാതിരിക്കേണ്ട ഭക്ഷണങ്ങളാണ് അവർക്ക് മൈദ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ വയറിൽ ഗ്യാസ് ഫോം ആവുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ. അതിൽ പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ഫ്രൈഡ് ആയിട്ടുള്ള ഇറച്ചി, മീൻ ഇത്തരത്തിലുള്ള കറി വെച്ച് കൊടുക്കുന്നതാണ് അവർക്ക് നല്ലത്. അതുപോലെ തന്നെയാണ് ബേക്കറി ഐറ്റംസ്, മൈദ കൊണ്ടുണ്ടാക്കിയ പൊറോട്ട, അതുപോലെ തന്നെ മയണൈസ്, ഇത്തരത്തിൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ളതോ ഒക്കെ ഭക്ഷണങ്ങൾ ഒക്കെ ഇത്തരത്തിൽ അസുഖങ്ങളുള്ള കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിൽ ഇതിന് പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവരെ ലക്ഷണങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടുള്ളൊരു ലക്ഷണങ്ങൾ കുറക്കുന്നതിനുള്ള ചികിത്സയും മിസെൻട്രിക് ലിംഫ് നോഡ് അഥവാ അവരുടെ വയറിൻ്റെ ഉള്ളിലുള്ള ചെറിയ കയലകൾ വീങ്ങുന്നത് വഴിയാണ് ഈ ഒരു വേദനയൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ അതിൻ്റെ നീർക്കെട്ട് കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നും അതുപോലെ അത് ചുരുങ്ങി വരാനുള്ള മരുന്നുകളൊക്കെ ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് നമുക്ക് 1 മാസം മുതൽ ഒരു 3 മാസം വരെയുള്ള ഒരു കോഴ്സായിട്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മിസെൻട്രിക് ലിംഫഡിനൈറ്റിസിനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് മാനേജ് ചെയ്ത് വളരെ ചുരുക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പിന്നെ അതൊരു ഭയങ്കരമായി എപ്പോഴും അസുഖമുണ്ടാക്കുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് അങ്ങനെ പലപ്പോഴും നമ്മളത് കാണാറില്ല. എങ്കിലും ഈ ഒരു സിംറ്റം അഥവാ ലക്ഷണങ്ങൾ കാണിക്കുന്ന കുട്ടികളിൽ പ്രോപ്പറായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ആവശ്യമായിട്ട് വരാറുണ്ട്. ഇത് കറക്റ്റായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് USG അബ്ഡമൻ. അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ CBC കൂടെ അതിൻ്റെ കൂടെ ചെയ്യാറുണ്ട്. USG അബ്ഡമൻ ചെയ്യുന്നത് വഴി ഈ വീങ്ങി നിൽക്കുന്ന അഥവാ ഈ ഒരു എൻലാർജായി നിൽക്കുന്ന ലിംഫ് നോഡ്സിനെ നമുക്ക് സ്കാനിങ്ങിൽ കാണാൻ പറ്റാറുണ്ട്.